അച്ഛൻ പറഞ്ഞു നീ നിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, അപ്പം നിനക്ക് കിട്ടേണ്ടത് അവിടെ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് നമുക്ക് നീറ്റിന്റെ 2 ദിവസം മുന്നേ വരെ ഇവിടെ 720 എക്സാം ഉണ്ടായിരുന്നു, ഓൾട്ടർനേറ്റ് ഡേയ്സ് 720. പിന്നെ നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 720 എക്സാമും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ലാസ്റ്റ് വീക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 690, 680 ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. 670 പ്ലസ് എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഫുൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എക്സാമിന്. തെറ്റുന്നുണ്ട്, പക്ഷെ അത് അറിയാണ്ട് തെറ്റുന്നതും അല്ല, അറിഞ്ഞിട്ട് ചെറിയ മിസ്റ്റേക്ക്. അതെന്തായാലും നീറ്റിന് വരുത്തൂല എന്നെല്ലാം വെച്ചിട്ട് ഉറപ്പിച്ചിട്ടാ പോയെ. എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും ഫിസിക്സിലാ തുടങ്ങല്. എന്റെ ഒരു നാക്ക് പറഞ്ഞാൽ ഫിസിക്സിലാ തുടങ്ങല്. അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എക്സാം അവസാന സമയം കിട്ടാത്തതിന്റെ ടെൻഷനാണ്. ഞാൻ ഒരു ടൈം ലിമിറ്റ് വെച്ച് ഫിസിക്സ് ചെയ്ത് കെമിസ്ട്രി ചെയ്ത് ബയോളജി ചെയ്യുന്ന ആളാണ്. അപ്പൊ അതന്നെ ഞാൻ നീറ്റിന് മാറ്റാതെ അതാ ചെയ്തത്. അപ്പൊ ഇത്രയും നാളെ ഞാൻ കാണുന്നുണ്ട് എന്റെ OMR ഞാൻ ഫുൾ മാർക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് പേപ്പർ കൊടുക്കുന്നു. നോക്കുമ്പോ എനിക്ക് കുറെ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ പോയി ഞാൻ 2 കൊല്ലം പോയി നല്ല ആലോചിച്ച് അത്ര വരെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ ഒരു അഡ്രിനാലിന് എക്സാം ചെയ്ത് തന്നു. എക്സാം കഴിഞ്ഞ് പേപ്പർ കൊടുത്ത സെക്കൻഡ് ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് അച്ഛൻ പറഞ്ഞു നീ നിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, അപ്പം നിനക്ക് കിട്ടേണ്ടത് അവിടെ ഉണ്ടാവും. ഞാനിങ്ങനെ ആലോചിക്കുമ്പോ ശരി ഞാൻ എന്റെ മാക്സിമം എടുത്തിനല്ലോ, പിന്നെ എനിക്ക് എന്തായാലും റിഗ്രറ്റ് ഇല്ല. പിന്നെ ഞാൻ കരയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അന്ന് രാത്രിത്തോടെ കരച്ചിൽ നിർത്തി സൈഡായി.